ഏകദേശം ഒരു വർഷം മുൻപാണ് എനിക്ക് പിറകിൽ കാണുന്ന ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഐഡിയൽ കൂൾബാറിൽ നിന്നും ഷവർമ കഴിച്ച 16-കാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ആ കുടുംബത്തിന് സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളും വാക്കുകളും പാലിക്കപ്പെട്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്നും ഷവർമ കഴിച്ച് വിശപ്പും വേദനയുമില്ലാത്ത ലോകത്തേക്ക് ദേവനന്ദ മടങ്ങിയിട്ട് 1.5 വർഷം. ദേവനന്ദയ്ക്ക് ഭക്ഷ്യവിഷബാധയേറ്റ അന്ന് തന്നെ അവിടെ നിന്നും ഷവർമ കഴിച്ച 16 പേരും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രം അവർ ജീവിതത്തിലേക്ക് മടങ്ങി. ഉദ്യോഗസ്ഥർ ഓടിയെത്തി കടയിൽ നിന്നും ഭക്ഷണ സാമ്പിളുകൾ ശേഖരിച്ചു. പരിശോധനയിൽ ഭക്ഷണത്തിൽ ഷിഗല്ല, ഈക്കോളി ബാക്ടീരിയകളെ കണ്ടെത്തി. കടയടപ്പിച്ചു. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? 2018 ശേഷം ഈ പറഞ്ഞിരിക്കുന്ന കടയിൽ ഈ ഫുഡ് സേഫ്റ്റിക്കാരുടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. അവർക്ക് ലൈസൻസും ഇല്ല, പഞ്ചായത്തിൻ്റെ ലൈസൻസും ഇല്ല. അവർക്ക് ഇതൊന്നും നോക്കിയില്ല. അപ്പോൾ ശരിക്കും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോൾ ഷിഗല്ലോസിസ് അങ്ങനെ തന്നെ കാണുകയാണ്. അപ്പം സ്റ്റേറ്റിൻ്റെ ഒബ്ലിഗേഷനാണത് ഇതൊക്കെ നോക്കിയാണ്. സ്റ്റേറ്റിൻ്റെ ഒബ്ലിഗേഷൻ അവർ ചെയ്തില്ല, എൻ്റെ റൈറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഐഡിയലായിട്ടൊരു കേസാണിത്. അതുപോലെ തന്നെയാണ് കോടതി എടുത്തിരിക്കുന്നത്. 2006 ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷ്യവിഷബാധ മൂലം മരിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. കടയുടമയാണ് അത് നൽകേണ്ടത്. തുക 6 മാസത്തിനുള്ളിൽ നൽകണമെന്നും സർക്കുലറിലുണ്ട്. എന്നാൽ ദേവനന്ദയുടെ കുടുംബത്തിന് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ മുൻകൈയെടുത്ത് അപേക്ഷ നൽകിയതിനെ തുടർന്ന് സർക്കാർ നൽകിയ 3 ലക്ഷം രൂപ മാത്രമാണ് ദേവനന്ദയുടെ കുടുംബത്തിന് കിട്ടിയത്. നഷ്ടപരിഹാരം മാത്രമായിരുന്നില്ല കുടുംബത്തിന്റെ ആവശ്യം. അന്നത്തിൽ വിഷം കലർത്തുന്ന സമൂഹദ്രോഹികളെ നേരിടാനായി ശക്തമായ നിയമനിർമ്മാണം വേണമെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ മരണങ്ങളും അസുഖങ്ങളും തുടർക്കഥയാവുമ്പോഴും അധികാരികൾ നിസ്സംഗരായി തുടരുകയാണ്. ദേവനന്ദയുടെ ജീവനെടുത്ത ഷവർമ സൃഷ്ടിച്ച ഈ ഷവർമക്കൂട് നമ്മുടെ അധികാര സംവിധാനങ്ങളെയൊക്കെ തന്നെ നോക്കി ഇങ്ങനെ പല്ലിളിച്ച് കാട്ടി നിൽക്കുന്നുണ്ട്. ഇനിയെങ്കിലും കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയാൽ, ശക്തമായ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയുള്ള ഇത്തരത്തിലുള്ള ദുരവസ്ഥകളൊക്കെ തന്നെ നമ്മൾക്ക് ചെറുത്തു നിൽക്കാനാവൂ. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.